എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തളരുന്നവനെ ചുമക്കുന്ന തളരാത്തവർ. പ്രിയമുള്ളവരെ, വിവിധ നിലകളിൽ തളർന്നവരുടെ ഒരു കൂട്ടത്തെ നമുക്ക് ചുറ്റിലും സൂക്ഷിച്ചു നോക്കിയാൽ ദർശിക്കാം. ശാരീരികമായും മാനസികമായും ധാർമ്മികമായും ആധ്യാത്മികമായും എല്ലാം തളർന്നവരുടെ തേങ്ങലുകൾ ചുറ്റും ഉയരുന്നു. അവരെ കാണുവാനോ തേങ്ങലുകൾ കേൾക്കുവാനോ ആരുമില്ല എന്നതാണ് അവരുടെ തേങ്ങലിൻ്റെ മറ്റൊരു കാരണം. വേദനകൾ ഏറ്റെടുക്കുവാൻ, ഭാരം ചുമക്കുവാൻ സ്വയം സാധിക്കാത്ത അവർ സുഹൃത്തുക്കളിലേക്കും സമീപസ്ഥരിലേക്കും കണ്ണുകൾ അയക്കുന്നു. തങ്ങളുടേതായ തത്രപ്പാടിലായിരിക്കുന്നവർക്ക് ഇത്തരക്കാരെ കാണുവാനോ ഗൗനിക്കുവാനോ സമയമോ സാവകാശമോ ഇല്ല. അവർ അവഗണിക്കപ്പെടുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു ചിത്രം കഫർനഹൂമിൽ ക്രിസ്തു സന്നിഹിതനായ ഭവനത്തിൽ നാം ദർശിക്കുന്നു. പക്ഷാഘാതമേറ്റ ഒരു ബലഹീനനായ വ്യക്തിയെ അയാളുടെ സമൂഹത്തിലെ ബലമുള്ള 4 പേർ ചേർന്ന് തോളിലേറ്റി സൗഖ്യദായകനായ ക്രിസ്തുവിൻ്റെ സവിധത്തിലെത്തിക്കുന്നു. ആ 4 പേര് എന്ന് വിവക്ഷിക്കുവാൻ കഴിയും. അവരൊത്തുചേർന്ന് അവശനും വിവശനുമായവൻ്റെ ഭാരം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സന്നിധിയിലെത്തുന്നു. മറ്റുള്ളവരെക്കുറിച്ച് കരുതാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. ആരാണ് ഒരു ക്രിസ്ത്യാനി എന്നതിന് ബർദേവ് എന്ന റഷ്യൻ ദൈവശാസ്ത്രകാരൻ നൽകുന്ന നിർവചനം, എ ക്രിസ്ത്യൻ ഈസ് വൺ ഹൂ ഈസ് കൺസേൺഡ് അബൌട്ട് ദ അതർ മാൻ എന്നാണ്. അവഗണനയുടെ പക്ഷാഘാതമേറ്റവർ, കുഞ്ഞുങ്ങൾ, ദരിദ്രർ, വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ പലരും പ്രാന്തവൽക്കരണത്തിൻ്റെ ഏകാന്തതയിൽ പക്ഷാഘാതം ഏറ്റവരാണ്. അവരെയെല്ലാം എഴുന്നേൽക്കുന്നതിൻ്റെ ബാധ്യത നിവർന്നു നിൽക്കാൻ കെൽപ്പുള്ളവരുടേതാണ്. മറ്റുള്ളവരുടെ മേൽ ഭാരം കെട്ടിയേൽപ്പിക്കുന്നതിന് പകരം അവരുടെ ഭാരം ഏറ്റെടുക്കുവാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ ശുശ്രൂഷയെ ഏറ്റെടുക്കുവാൻ, ശാക്തീകരണത്തിൻ്റെ മുഖാന്തരങ്ങളായി തീരുവാൻ, ക്രിസ്തുഭാവത്തിൻ്റെ പ്രതീകങ്ങളായി തീരുവാൻ, മുറിവേറ്റവൻ്റെ മുറിവുണക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം. ഇവിടെ ഇതാ ഒരുമയുള്ള സ്നേഹസ്പർശം നമുക്ക് കാണുവാൻ കഴിയും. ഒരുമയോടുള്ള സ്നേഹപ്രവർത്തനങ്ങൾ വലിമയുള്ള പ്രതിഫലനത്തിന് മുഖാന്തരമാകുന്നു. ആ 4 ആളുകളുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നതിന് ക്രിസ്തു ഒരുമ്പെടുകയാണ്. പ്രിയമുള്ളവരെ, 4 പേരുടെ ഒരുമ 5-ാമത്തവൻ്റെ തളർച്ച മാറ്റുകയാണ് ക്രിസ്തു. എവിടെ ഒരുമയുണ്ടോ, എവിടെ ഐക്യമുണ്ടോ, അവിടെ സൗഖ്യമുണ്ട്, അവിടെ രൂപാന്തരമുണ്ട്, അവിടെ വിടുതലുണ്ട്. അതാണ് ഈ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയതിലൂടെ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. 4 ആളുകളുടെ ഹൃദയ നൊമ്പരങ്ങൾ ക്രിസ്തു കാണുകയാണ്. പ്രശസ്തനായ ലാറ്റിൻ അമേരിക്കൻ കവിതയിൽ ഒരു ജനതയുടെ വിലാപം സൂചിപ്പിക്കുന്നതായിട്ട് ഈ അടുത്ത സമയത്ത് വായിക്കുവാനിടയായി. ഞാൻ ദരിദ്രനായിരുന്നു, നിങ്ങൾ ജനപ്പെരുപ്പമാണ് കാരണമെന്ന് പറഞ്ഞു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ മിഷൻ ഹോസ്പിറ്റലുകൾ പണിതു, പക്ഷേ അതെനിക്ക് സാമ്പത്തികമായി താങ്ങാനാവുന്നതായിരുന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വാങ്ങാൻ സാധിക്കാത്ത വില കൂടിയ തുണികൾ നിർമ്മിച്ചു. ഞാൻ വീടില്ലാത്തവനായിരുന്നു, നിങ്ങൾ കൊട്ടാര സദൃശ്യമായ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും
മനുഷ്യവാസയോഗ്യമല്ലാത്ത കുടിലുകൾ എനിക്ക് വേണ്ടിയും പണിതു. ഞാൻ അന്യായമായി ജയിലിലായിരുന്നു. നിങ്ങൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു. എനിക്ക് ദാഹിച്ചു. എൻ്റെ ദാഹത്തെ ചൂഷണം ചെയ്യാൻ നിങ്ങൾ കൊക്കക്കോള നിർമ്മിച്ചു. ഞാൻ അതിഥിയായിരുന്നു. നിങ്ങൾ ജാതിയും വർണ്ണവിവേചനവും പ്രയോഗത്തിൽ വരുത്തി. പക്ഷപാതക്കാരനെ ചുമന്ന 4 വ്യക്തികൾ പരിഗണനയുടെ പേരിൽ അവഗണനയുടെ തിക്താനുഭവങ്ങൾ ആയിരുന്നില്ല. അവരുടെ പ്രയത്നം ആത്മാർത്ഥതയുടെ നിറവിലായിരുന്നു. അവർ ഒന്നുകൊണ്ടും പിന്മാറുന്നില്ല. അനുസ്യൂതമായ പ്രയത്നം വിശ്വാസത്തിൻ്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, ജീവിക്കുന്ന സുവിശേഷങ്ങളായി തീരുവാൻ, സാമൂഹ്യ പ്രതിബദ്ധതയുടെ വക്താക്കളായി തീരുവാൻ, ഈ 4 പേരുടെ വിശ്വാസം ഏറ്റെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ. ആമേൻ.